അടുത്തതായിട്ട് 628 നാമം സത്കീർത്തി. സത്തായിട്ടുള്ള കീർത്തി, നല്ല കീർത്തി എന്നാണ് സത്കീർത്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഭാഷകാരൻ പറയുന്നു, ഇപ്രകാരമുള്ള സൗശീല്യമാകുന്ന സത്വം കൊണ്ട് അതിമഹത്തായ കീർത്തി ഭഗവാനുണ്ട് എന്നതിനാൽ സത്കീർത്തി. ഭഗവാന്റെ സൗശീല്യത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് എത്രയൊക്കെ ശക്തനാണ് ഭഗവാനെങ്കിലും എപ്പോഴും ലക്ഷ്മിയോട് കൂടിയവനാണ്, സർവൈശ്വര്യങ്ങളോടും കൂടിയവനാണ്, എന്തും ചെയ്യാൻ പ്രാപ്തനാണ്, എപ്പോൾ വേണമെങ്കിലും എന്തിനെ വേണമെങ്കിലും മാറ്റാൻ പ്രാപ്തനാണ്. എങ്കിലും ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ടുള്ള സൗശീല്യം കൊണ്ട് തന്നെ ആരാധിക്കുന്നവരുടെ ഇഷ്ടത്തിന് തൻ്റെ ഇഷ്ടത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള സൗശീല്യമാകുന്ന സത്വം കൊണ്ട്, സത്വഗുണം, സത്ത്, അതിമഹത്തായിട്ടുള്ള കീർത്തി ഭഗവാനുണ്ട്. ഭഗവാന്റെ സൗശീല്യം കൊണ്ട്, ഭഗവാന്റെ ഈ ശീലം കൊണ്ട്, ഏറ്റവും കരുണാമയനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും കീർത്തി ഉണ്ട്. അതുകൊണ്ട് സത്കീർത്തി എന്ന് നാമം. ഭഗവാനെ കുറിച്ച് എന്തൊക്കെ കീർത്തിക്കപ്പെട്ടാലും അതെല്ലാം ഭഗവാനിലുണ്ട്, അതെല്ലാം സത്യമാണ്. എന്നാൽ അതുമാത്രമല്ല ഭഗവാൻ, അതിലും അധികമാണ്. അതല്ലാതെ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് വാക്ക് ഏറിപ്പോകുക എന്നൊന്നില്ല. അതായത് വളരെയധികം കീർത്തിയുള്ളവനാണ് ഭഗവാൻ. ഭഗവാനെ കീർത്തിക്കപ്പെടാൻ എന്തൊക്കെ വാക്കുകൾ പ്രയോഗിച്ചാലും അത് അധികമാവുകയില്ല, എക്സാജറേറ്റ് ചെയ്യപ്പെടുകയില്ല. നമ്മൾ ഭഗവാനെ എത്രയൊക്കെ ഉയർത്തി പറഞ്ഞാലും, എത്രയൊക്കെ ഉയർത്തി സ്തുതിച്ചാലും അത് ഒരിക്കലും ഏറിപ്പോവുകയില്ല. എന്ന് മാത്രമല്ല, ഭഗവാന്റെ ഗുണം അതിൻ്റെ മുകളിൽ നിൽക്കും. അതായത് ഭഗവാനെ കുറിച്ച് പറയുന്ന ഈ സ്തുതികളും, ഈ പറയുന്ന കീർത്തിക്കുന്ന ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും അത് അധികമാവില്ല, അത് സത്യമാണ്. പക്ഷെ ഭഗവാന്റെ സ്വരൂപം അതിനേക്കാൾ ഉയർന്നതാണ്. അതായത് വാക്കിൻ്റെ പരിമിതിക്ക് അപ്പുറമുള്ളവനാണ്. എത്രയൊക്കെ സ്തുതിച്ചാലും ആ സ്തുതിയുടെയും മുകളിൽ നിൽക്കുന്നവനാണ്. ചില കാര്യങ്ങൾക്ക് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഭഗവാൻ അതിലും അധികമാണ്, സ്തുതിയേക്കാൾ ഉയർന്നവനാണ്. അതല്ലാതെ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് വാക്ക് ഏറിപ്പോകുക എന്നൊന്നില്ല. അതായത് എക്സാജറേഷൻ ഇല്ല. നമ്മളൊരു വിഷയം കാണുന്നു, നമ്മളത് വേറൊരാളുടെ അടുത്ത് വന്ന് അവതരിപ്പിക്കുന്നു. ചെറിയ രീതിയിലുള്ളൊരു എക്സാജറേഷൻ ഉണ്ടായിരിക്കും, ഒരു അതിഭാവുകത്വം ഉണ്ടായിരിക്കും കാര്യങ്ങളിൽ. നമ്മൾ ഇന്നലെ പോകുന്ന വഴിക്ക്, രാത്രി നടന്നു പോകുന്ന വഴിക്ക് ഇടവഴിയിൽ വെച്ചിട്ട് ഒരു 10 അടി നീളമുള്ള പാമ്പിനെ കണ്ടു എന്ന് നമ്മളൊരാളോട് പറയണം. 10 അടിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ആ സമയത്ത് അളക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ പറയുമ്പോൾ കുറച്ച് അതിഭാവുകത്വം കൂട്ടിയിട്ടാണ് നമ്മൾ പറയുക. പൊതുവെ മനുഷ്യ സ്വഭാവമാണത്. പക്ഷെ ഭഗവാനെ കുറിച്ച് എന്തു പറഞ്ഞാലും, കരുണാസാഗരമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഭഗവാൻ എന്തു ചെയ്താലും ക്ഷമിക്കും, ഭഗവാനെ എന്ത് ചീത്ത വിളിച്ചാലും ക്ഷമിക്കും എന്ന് പറഞ്ഞാലും അത് സത്യമാണ്. എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. എത്രയൊക്കെ ഉയർത്തി പറഞ്ഞാലും, എത്രയൊക്കെ സൂപ്പർലേറ്റീവിൽ പറഞ്ഞാലും അത് സത്യമാണ്. അതുകൊണ്ട് വാക്ക് ഏറിപ്പോവില്ല. വാക്കിന് അപര്യാപ്തത കിട്ടും, പറഞ്ഞിട്ട് മതിയാവാതെ വരും, പക്ഷെ ഏറിപ്പോവുക ഇല്ല. അങ്ങനെയുള്ള കീർത്തിയുള്ളവനാണ് ഭഗവാൻ. വിഷ്ണുധർമ്മത്തിൽ പ്രകാരം പറയുന്നു, യഥാ സർവേശ്വര കൃഷ്ണ പ്രോച്യത്തെ സർവപണ്ഡിതൈഃ തഥാപി സ്വൽപമേവോക്തം ഭൂതാർത്ഥേ കഥമാസ്തുതി. എല്ലാ വിദ്വാൻമാരാലും ഭഗവാൻ കൃഷ്ണൻ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ ആ വർണ്ണനകളൊന്നും പര്യാപ്തമല്ല എന്നു മാത്രമല്ല, അതൊക്കെ ഭഗവാനെ അപേക്ഷിച്ച് വളരെ കുറവാണ് താനും. ശരിക്കും നിലനിൽക്കുന്നതിനെ എങ്ങനെ സ്തുതിക്കാനാണ്? എന്ത് വാക്കുകൊണ്ട് സ്തുതിക്കാനാണ്? അതായത് കൃഷ്ണനെ എല്ലാവരും സ്തുതിച്ചിട്ടുണ്ട്, എല്ലാവരും വർണ്ണിച്ചിട്ടുണ്ട്. ആ വർണ്ണനകളൊന്നും ഒട്ടും കൂടുതലല്ല, ഇതില്ലാത്തതല്ല, ഇതുള്ളത് തന്നെയാണ്. ഈ ഒരു സിനിമയിൽ പറയുന്നത് പോലെ മഹാനടനാണ്, ഗംഭീര നടനാണ് എന്നൊന്നും ഇല്ലാത്തതല്ല, അതൊക്കെ ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ മഹാകേമനാണ്, മഹാകരുണാമയനാണ്, ഇതൊക്കെ സത്യം തന്നെയാണ്. അത് ഭഗവാനെ അപേക്ഷിച്ച് അത് ഇനി എത്രയൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കുറവാണ്. ശരിക്കും നിലനിൽക്കുന്നതിനെ എങ്ങനെ സ്തുതിക്കാനാണ്? ശരിക്കും ഉള്ളതുപോലെ പറഞ്ഞാൽ അതെങ്ങനെയാണ് സ്തുതിയാവുക എന്നുള്ളതാണ് ചോദ്യം. 6 അടി ഉയരമുള്ള ഒരാളെ കണ്ടിട്ട് അല്ലയോ 6 അടി ഉയരമുള്ളവനെ എന്ന് പറഞ്ഞാൽ അവനെ സ്തുതിക്കുകയാണോ അത് സത്യം പറയുകയാണോ ചെയ്യുന്നത്? 5 കോടി രൂപ വിലയുള്ള ഒരു റോൾസ് റോയ്സ് കാർ കണ്ടിട്ട് ഇത് 5 കോടി രൂപയുള്ള റോൾസ് റോയ്സ് കാറാണ് എന്ന് പറയുന്നത് റോൾസ് റോയ്സ് കാറിനെ സ്തുതിക്കുന്നതാണോ അതിൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപം പറയുന്നതാണോ? അത് സത്യമാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ച് സ്തുതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ വർണ്ണനയാണ്, അത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുരാണങ്ങളിലും മറ്റും ഈശ്വരനെ സ്തുതിക്കുന്ന സമയത്ത് അത് സ്തുതിയാണ് എങ്കിലും അത് നമുക്ക് സ്തുതിയായിട്ടാണ് തോന്നുക, പക്ഷെ അത് ആ ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനയാണ്, അത് സത്യമാണ്. അടുത്തത് ഗീതയിലെ ശ്ലോകം ഉദ്ധരിക്കുന്നു. 11-ാമത്തെ അധ്യായം 36-ാമത്തെ ശ്ലോകം, വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകം. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്തിയ ജഗൽ പ്രഹർഷ്യത്യനുരജ്യതേച്ച രക്ഷാംസി ഭീതാനി ദിശോർദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഹ. അല്ലയോ ഇന്ദ്രിയങ്ങളുടെ ഈശനായവനെ, അവിടുത്തെ കീർത്തിക്കുമ്പോൾ സർവജഗത്തും ആനന്ദിക്കുന്നു, അവിടുന്നിൽ ആസക്തമാകുകയും ചെയ്യുന്നു. രാക്ഷസന്മാർ ഭയം കൊണ്ട് 4 ദിക്കിലേക്കും ഓടിപ്പോകുന്നു. സിദ്ധന്മാർ തുടങ്ങിയവരുടെ സംഘം എല്ലാവരും അവിടുത്തെ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇത് സത്യമാണ്, ഇത് വേണ്ടത് തന്നെയാണ്. സ്ഥാനേ, ഇത് ശരിയായത് തന്നെയാണ്. കാരണം അവിടുത്തെ സ്തുതിക്കുമ്പോൾ, അവിടുത്തെ കീർത്തിക്കുമ്പോൾ എല്ലാ ജഗത്തും ആനന്ദിക്കുന്നു, അവിടുന്നിൽ ആസക്തമാകുകയും ചെയ്യുന്നു. രാക്ഷസന്മാർ ഭയം കൊണ്ട് 4 ദിക്കിലേക്കും ഓടിപ്പോകുന്നു. രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി. സിദ്ധന്മാർ തുടങ്ങിയവരുടെ സംഘം എല്ലാവരും അവിടുത്തെ നമസ്കരിക്കുകയും ചെയ്യുന്നു. സർവേ നമസ്യന്തിച്ച സിദ്ധസംഘ. അപ്പം ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സ്തുതിയായിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഈശ്വരന്റെ ശരിയായിട്ടുള്ള അസ്തിത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ സ്തുതികൾ. അത് ഒരു കാരണവശാലും അതിഭാവുകത്വം നിറഞ്ഞതല്ല, അത് എക്സാജറേറ്റ് ചെയ്യപ്പെട്ടതും അല്ല, അത് സത്യമാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ്, എല്ലാത്തിനെയും അറിഞ്ഞിരിക്കുന്നവനാണ്, സത്യമാണത്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും കീർത്തിക്കപ്പെടുന്നവൻ, നല്ല രീതിയിൽ കീർത്തിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സത്കീർത്തി എന്ന് നാമം. അടുത്തത് 629-ാമത്തെ നാമം. ഛിന്ന സംശയ. സംശയങ്ങൾ ഇല്ലാതായവൻ, അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവരുടെ സംശയങ്ങൾ ഇല്ലാതാക്കുന്നവൻ എന്നൊക്കെയാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഭാഷകാരൻ പറയുന്നു, ഇപ്രകാരം പ്രസിദ്ധമായ സൗശീല്യം എന്ന ഗുണം കൊണ്ട് അറിയാൻ പ്രയാസമായത് സരളമായത്, സാധിക്കാൻ പ്രയാസമായത് സരളമായത്, ലഭിക്കാൻ പ്രയാസമായത് സരളമായത് എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഛിന്നമായി തീരുന്നു എന്നതിനാൽ ഛിന്ന സംശയ എന്ന് നാമം.
അതായത് സൗശീല്യം കൊണ്ട്, ഭഗവാന്റെ സൗശീല്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കരുണയാണ്. ആ കരുണ കൊണ്ട് ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ ആരാണോ സ്മരിക്കുന്നത്, അയാൾക്ക് അറിയാൻ പ്രയാസമായതും സരളമായതും, സാധിക്കാൻ പ്രയാസമായതും സരളമായതും, ലഭിക്കാൻ പ്രയാസമായതും സരളമായതും എന്നിങ്ങനെയുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള സംശയം ഇല്ലാതാകുന്നു. അതായത് വ്യക്തമായിട്ടുള്ള അറിവ് എല്ലാ വിഷയത്തെക്കുറിച്ചും ഉണ്ടാകുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഛിന്ന സംശയ എന്ന് നാമം. തംഭ ദേവം ആത്മബുദ്ധി പ്രസാദനം. തന്നെ ആരാധിക്കുന്നവർക്ക് ആത്മബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നവൻ ആണോ, ശരിയായ രീതിയിൽ ആരാധിക്കുന്നയാളാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ ചില സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് ബുദ്ധിപരമായാണോ എന്ന് നോക്കിയാൽ മതി. ഈശ്വരാരാധന കൊണ്ട് ആദ്യം ഉണ്ടാവേണ്ടത് ബുദ്ധിയാണ്. ബുദ്ധി തിളങ്ങാൻ തുടങ്ങും, ബുദ്ധി ശുദ്ധമാവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ ആരാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈശ്വരൻ ഒരാളിൽ പ്രസന്നനാണോ എന്ന് അറിയുന്നത് അയാൾക്ക് കൃത്യമായിട്ടുള്ള ബുദ്ധി ഉണ്ടോ, അയാൾ കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വേണ്ടത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ തന്നെ ആരാധിക്കുന്നവർക്ക് ആത്മബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. ഗീതയിൽ പറയുന്നു, ഏതന്മേ സംശയം കൃഷ്ണ ഛേത്തുമർഹസ്യശേഷതഃ ത്വദന്യ സംശയസ്യാസ്യ ഛേതാന ഹി ഉപപദ്യത്തെ. അതായത് ഇത് 6-ാമത്തെ അധ്യായത്തിലെ ശ്ലോകമാണ്. ഈ സംശയം, അല്ലയോ കൃഷ്ണ, എൻ്റെ ഈ സംശയം അവിടുന്ന് തീർത്തു തരണം. കാരണം എൻ്റെ സംശയങ്ങളെ ഇല്ലാതാക്കാൻ അവിടുന്നല്ലാതെ വേറൊരാളില്ല. അതായത് എന്ത് സംശയമുണ്ടെങ്കിലും അത് ആത്യന്തികമായിട്ട് തീർത്തു തരുന്നത് ഭഗവാനാണ്. ഭഗവാനാണെങ്കിൽ സംശയരഹിതനാണ്. ഭഗവാൻ ഫുൾ ക്ലാരിറ്റിയോടുകൂടി ഉള്ളയാളാണ് എല്ലാ വിഷയത്തിലും. അപ്പോൾ ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് എല്ലാ വിഷയത്തിലും ഇങ്ങനെയുള്ളൊരു ക്ലാരിറ്റിയും ഉണ്ടാകും. അതാണ് ഈശ്വരൻ നമ്മളിൽ ഓരോരുത്തരിലും പ്രസന്നനാണ് എന്നുള്ളതിൻ്റെ ലക്ഷണം. കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ആ ക്ലാരിറ്റി തന്നെയാണ് സത്വഗുണം. അപ്പം അങ്ങനെ സംശയങ്ങളെ ഇല്ലാതാക്കിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഛിന്ന സംശയ എന്ന് നാമം. അടുത്തത് 67-ാമത്തെ ശ്ലോകം. ഉദീർണ സർവതശ്ചക്ഷുരനീശ ശാശ്വത സ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർ വിശോക ശോകനാശന. ഇതിലെ നാമങ്ങൾ: ഉദീർണ, സർവതശ്ചക്ഷു, അനീശ, ശാശ്വത, സ്ഥിര, ഭൂഷയ, ഭൂഷണ, ഭൂതി, വിശോക, ശോകനാശന. ഇങ്ങനെ 10 നാമങ്ങൾ. അതിലെ ആദ്യത്തെ നാമം 630-ാമത്തെ നാമം. അപ്പൊ ഛിന്ന സംശയ എന്ന് നാമം പറഞ്ഞു, സംശയങ്ങളെ ഇല്ലാതാക്കുന്നവൻ. തുടർന്ന് ഭാഷ്യകാരൻ പറയുന്നു, എപ്രകാരമാണ് ഭഗവാൻ സംശയങ്ങളെ ഇല്ലാതാക്കുന്നത്? എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? സാധാരണ നേത്രങ്ങളാൽ പോലും കാണാൻ യോഗ്യമായ രീതിയിൽ ഉല്ലാസദായകമായി ഭഗവാൻ നിലനിൽക്കുന്നു എന്നതിനാൽ ഉദീർണ എന്ന് നാമം. ഉദീർണ എന്ന് പറഞ്ഞാൽ വ്യക്തമായി കാണാവുന്നവൻ എന്നാണ് അർത്ഥം. വ്യക്തമായിട്ട് നിലനിൽക്കുന്നവൻ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഒരാളിൽ സംശയമുണ്ടായാൽ ആ സംശയത്തെ ദൂരീകരിച്ചു കൊടുക്കുന്നത്? എല്ലാ സാധാരണ നേത്രങ്ങളാൽ പോലും കാണാൻ യോഗ്യമായ രീതിയിൽ ഉല്ലാസദായകമായി ഭഗവാൻ നിലനിൽക്കുന്നു. ഭഗവാൻ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന രീതിയിലും നിലനിൽക്കുന്നുണ്ട്.
അത് പ്രധാനമായിട്ടും വൈഷ്ണവ ദർശനത്തിൽ ഭഗവാൻ നിലനിൽക്കുന്നത് അർച്ചാരൂപത്തിലാണ്, ക്ഷേത്രത്തിലെ ബിംബരൂപത്തിലാണ്. ഈ അർച്ച എന്ന് പറയുന്ന മൂർത്തിയുടെ പ്രത്യേകത, അത് സാധാരണ മനുഷ്യർക്ക് കാണാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ് എന്നുള്ളതാണ്. വൈഷ്ണവ ദർശന പ്രകാരം അങ്ങനെയാണ്. കാരണം കാലാതീതനായിട്ടുള്ള, ദേശാതീതനായിട്ടുള്ള, എല്ലാ കാലഘട്ടത്തിലും എല്ലാ ദേശത്തിലും നിലനിൽക്കുന്ന, അങ്ങനെ അതിനുപരിയായിട്ട് ഈ കാലദേശങ്ങൾക്ക് ഉപരിയായിട്ടും നിലനിൽക്കുന്ന ഈ ദേവൻ സാധാരണ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ വരുന്നത് അർച്ചാരൂപത്തിലാണ്. അർച്ചാരൂപത്തിലും ഭഗവാൻ വരാം വൈഷ്ണവ ദർശന പ്രകാരം. ശരിയായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം കാണാൻ സാധിക്കില്ല. കാരണം അത് ഈ പറയുന്നത് പോലെ അത് കാഴ്ചയിലല്ല നിൽക്കുന്നത്, കാണുന്നയാളിലാണ്. ദ്രഷ്ടാവാണ് ഭഗവാൻ. പക്ഷേ ഈ പറയുന്ന സൗശീല്യം എന്ന് പറയുന്ന ഗുണമുള്ളത് കൊണ്ട് ഭഗവാൻ തന്നെ ആരാധിക്കുന്നവർക്ക് എപ്പോഴും സുലഭനാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് എടുക്കുന്ന രൂപമാണ് അർച്ചയുടേത്. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തോടുകൂടി സംശയങ്ങളെയും, എല്ലാവരുടെയും സംശയങ്ങളെയും ഭഗവാൻ നിവാരണം ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും വ്യക്തമായി കാണാവുന്ന രീതിയിൽ ഭഗവാൻ നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉദീർണ എന്ന് നാമം. അടുത്തത് 631 നാമം. സർവതശ്ചക്ഷു. സർവതശ്ചക്ഷു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കണ്ണുള്ളവൻ എന്നൊരർത്ഥം, അല്ലെങ്കിൽ എല്ലാ കണ്ണുകളെ കൊണ്ടും കാണാവുന്നവൻ എന്ന് വേറൊരർത്ഥം. ഭാഷകാരൻ പറയുന്നു, അതിനാൽ നമ്മളെ പോലുള്ളവരുടെ നേത്രങ്ങളാലും ഭഗവാനെ സാക്ഷാത്കരിക്കാം എന്നതിനാൽ സർവതശ്ചക്ഷുഹു എന്ന് നാമം. അതായത് അതിനാൽ, ഏതിനാൽ, ഈ ഭഗവാന്റെ സൗശീല്യം എന്ന് പറയുന്ന ഗുണമുണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സാധാരണ എല്ലാ ജനങ്ങൾക്കും കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട്, ഭഗവാൻ അവരോട് കരുണയുള്ളത് കൊണ്ട് അർച്ചാരൂപത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും, നമ്മളെപ്പോലുള്ളവരുടെ സാധാരണ നമ്മളുടെ മാംസചക്ഷുസ് കൊണ്ട് കാണാവുന്ന മാംസചക്ഷുസ് കൊണ്ടും ഭഗവാനെ സാക്ഷാത്കരിക്കാം എന്നതിനാൽ സർവതശ്ചക്ഷു എന്ന് നാമം. ഇക്കാരണം കൊണ്ട് തന്നെ ഭഗവാന്റെ ഛിന്ന സംശയത്വം എന്ന ഭാവം വ്യക്തമായി. അതായത് ഇങ്ങനെ ഒരു രൂപം എടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, ഇനി അർച്ച എന്ന് കൊടുക്കുന്ന രൂപം എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഛിന്ന സംശയത്വം ഇല്ലാതായി. ഇനി അർച്ച എന്ന് പറയുന്ന ഒരു രൂപത്തിലൂടെ അല്ല ഭഗവാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇനി അർച്ച എന്ന് പറയുന്ന ആ ഒരു രൂപം അല്ല എന്ന് വിചാരിക്കൂ. ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളും ഭഗവാൻ തന്നെയാണ്. ഈ ലോകത്തുള്ള വസ്തു ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നതും, ഒരു മൃഗമായിട്ട് നിൽക്കുന്നതും, ഈ കാറ്റായിട്ട് നിൽക്കുന്നതും, വെയിലായിട്ട് നിൽക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പം നമുക്കൊരു സംശയമുണ്ട് എങ്കിൽ, ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണ് എങ്കിൽ, ഭഗവാൻ ഈ ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്നിട്ട് നമ്മുടെ സംശയത്തെ ഇല്ലാതാക്കും. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാം ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്, വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. അല്ലാതെ ഭഗവാന്റെ മൊത്തം ആയിട്ടുള്ള ഒരു സ്വരൂപത്തിനെ ദർശിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ ഉപനിഷത്തുകളിൽ മുഴുവൻ പറയുന്നതാണ്. ഭഗവാൻ അദൃശ്യനാണ്, ഭഗവാൻ അശ്രാവ്യനാണ്, ഭഗവാൻ അപ്രാപ്യനുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാനോ കേൾക്കാനോ സ്പർശിക്കാനോ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഈ പറയുന്ന ഭാഷകാരൻ പറയുന്ന അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഈ കാണുന്ന ലോകത്തിലുള്ള ഏത് രൂപത്തിലും ഭഗവാന് വരാം. അതൊരു വ്യക്തിയുടെ രൂപത്തിൽ വരാം, അതൊരു പുസ്തകത്തിലെ ഒരു വരിയുടെ രൂപത്തിൽ വരാം, ഏത് രൂപത്തിൽ വരാം. നമുക്ക് നമ്മുടെ സംശയത്തെ തീർക്കാൻ വേണ്ടി
ഏത് രൂപത്തിലും ഭഗവാന് വരാം. അപ്പം അതുകൊണ്ട് ഛിന്ന സംശയത്വം എന്നുള്ള, ഭഗവാൻ ഛിന്ന സംശയനാണ് എന്ന് നേരത്തെ പറഞ്ഞു, നേരത്തെ നാമം കൊണ്ട് പറഞ്ഞു. ആ സ്വഭാവം ഈ സർവതചക്ഷുഹു എന്ന നാമം കൊണ്ട് വ്യക്തമായി. സ്പഷ്ടമായി പ്രത്യക്ഷമാകുന്നതിൽ സംശയം ഉണ്ടാകുകയില്ലല്ലോ. അതായത് സ്പഷ്ടമായിട്ട് നമ്മുടെ മുമ്പിലുള്ളൊരു വസ്തുവിന് അതുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് ഭഗവാന് സർവതചക്ഷുഹു എന്ന് നാമം. അടുത്തത് 632 നാമം അനീശഃ. അനീശഃ, അനീശഃ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അല്ലാത്തവൻ. ഭഗവാൻ ആരുടെയാണോ ഈശത്വം ഇല്ലാത്തത്, ഭഗവാന് ഈശ്വത്വം ഇല്ല, അതുകൊണ്ട് അനീശഃ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈശനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ഭഗവാൻ എല്ലാവരുടെയും ഈശ്വരനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. പക്ഷെ ഭഗവാൻ അനീശനും ആണ്. അതെങ്ങനെയാണ്? ഭാഷകാരൻ പറയുന്നു, ഭഗവാന് തൽപരന്മാരായവരിൽ ഈശനല്ലാതിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ അനീശഃ എന്ന് നാമം. തന്നെ സേവിക്കുന്നവരാൽ അധീനനായി സ്നാനം, അലങ്കാരം, സഭകളിലേക്കുള്ള സഞ്ചാരം തുടങ്ങിയവ ചെയ്യുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ. ഇവിടെയും അർച്ചാബിംബത്തെക്കുറിച്ചാണ് പറയുന്നത്. അർച്ച എന്ന് പറയുന്ന ആ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാന് ഈ അർച്ചാബിംബം ആയിട്ട് ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാന് സ്വാതന്ത്ര്യമില്ല. ഭഗവാൻ തന്നെ ഉപാസിക്കുന്നവരുടെ അധീനനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് തന്നെ സേവിക്കുന്നവരാൽ അധീനനായി, തന്നെ സേവിക്കുന്നവരുടെ അധീനനായി സ്നാനം, അലങ്കാരം, സഭകളിലേക്കുള്ള സഞ്ചാരം. അതായത് ഭഗവാന്റെ ഇഷ്ടത്തിനല്ല അവിടെ സ്നാനം ചെയ്യുക, അവിടെ പൂജകന്റെ ഇഷ്ടത്തിനാണ്, സാധകന്റെ ഇഷ്ടത്തിനാണ് ഭഗവാനെ സ്നാനം ചെയ്യിപ്പിക്കുക. ഈ പൂജകന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മന്ത്രങ്ങൾ കൊണ്ടാണ് അവിടെ സ്നാനം ചെയ്യിപ്പിക്കുക. അവിടെ ഭഗവാൻ സ്വതന്ത്രനല്ല. അലങ്കാരവും അതെ. ഭഗവാനെ അലങ്കരിക്കുന്ന ഒരു രീതിയുണ്ട്. ഭഗവാൻ പറയണ ഇന്ന് എനിക്ക് ആ മാല ഇടണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഭഗവാന് സ്വാതന്ത്ര്യമില്ല. ഇന്ന് ആ മാല ഇടണം എന്നാണ് ആ പൂജകന് തോന്നുന്നതെങ്കിൽ അന്ന് ആ മാല കൊണ്ട് ഭഗവാനെ അലങ്കരിക്കും. അപ്പൊ സ്നാനം, അലങ്കാരം, പിന്നെ സഭകളിലേക്കുള്ള സഞ്ചാരം, ഗോഷ്ഠി, സ്നാന പരികർമ്മ ഗോഷ്ഠ്യാദി, അതായത് ഈ ഉത്സവങ്ങൾ, പിന്നെ പുറത്തേക്കുള്ള ബലികൾ, ഇതിലൊക്കെ ഈശ്വരൻ ഈ അർച്ചാബിംബത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് ഭഗവാൻ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഭഗവാൻ അവിടെ നോക്കാറില്ല. അപ്പൊ തന്നെ പൂജിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും അധീനനായിട്ടാണ് ഭഗവാൻ അവിടെ അർച്ചാരൂപത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഒരു രീതിയിൽ ഈ പറയുന്ന ഭഗവാൻ ഈശനാണ്, വേറൊരു രീതിയിൽ ഭഗവാൻ അനീശനും ആണ്. ഭഗവാൻ ഇവരുടെ ആരുടെയും ഈശനല്ല. ഇവരാണ് ഈ പറയുന്ന പൂജിക്കുന്ന ആളുകൾ, തന്നെ ആരാധിക്കുന്ന ആളുകളാണ് ഭഗവാന്റെ ഈശൻ. അതുകൊണ്ട് ഭഗവാന് അനീശഃ എന്ന് നാമം.